ഈശോയിലെ ഹൃദയം സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കരുതുന്ന കർത്താവിൻ്റെ ഒരു കരുത്താണ് ഇന്ന് നാം വായിച്ചു കേട്ട 3 തിരുവചനഭാഗങ്ങളുടെയും അകത്തുക. ഇന്ന് ആഗോള സഭയിൽ മതേഴ്സ് ഡേ ആചരിക്കുന്ന ദിവസമാണ്. നാം വായിച്ചു കേട്ട 3 തിരുവചന ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ടു പോകുന്ന വായനകളാണ്. യെശയ്യാ പ്രവചന പുസ്തകത്തിന്റെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ തന്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തി, നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവം തന്റെ പ്രിയപുത്രന്റെ ശരീരം രക്തം നൽകിക്കൊണ്ട് സ്വർഗത്തിൽ നമുക്കൊരു ഇരിപ്പിടം തന്നു എന്നതിനെ കുറിച്ചുള്ള സൂചനയാണ് വായിച്ചു കേട്ടത്. യോഹന്നാൻ ശ്ലീഹായുടെ വായനയിലേക്ക് വരുമ്പോൾ സ്ത്രീയുടെ പ്രസവ വേദനയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ദൈവം എത്രമാത്രം നമ്മെ കരുതുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളൊരു ദുഃഖവാർത്ത കേട്ടുകൊണ്ടാണ് ഉണർന്നത്. 88-ാമത്തെ വയസ്സിൽ ലോകം ആരാധിക്കുന്ന സ്നേഹിക്കുന്ന സഭയുടെ തലവൻ ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള വാർത്ത കേട്ടാണ് ഉണർന്നത്. പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവനും ഒരുപക്ഷെ ദുഃഖത്തിന്റെ ദിവസങ്ങളായിരുന്നു. ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേർന്നു. അതുകൊണ്ടാണ് ജൂബിലിയുടെ ഭാഗം എന്ന നിലയിൽ ഒരു വൺ ഡേ ഔട്ടിങ് നമ്മൾ കരുതി വെച്ചിരുന്നത് മാറ്റിവെക്കാൻ പോലും നമ്മൾ തയ്യാറായി. ആ ദുഃഖത്തിന് ശേഷം വീണ്ടും ലോകം മുഴുവൻ ആളുകളുടെ കണ്ണുകൾ ഒരു ചിമ്മിനിയെ നോക്കി കാത്തിരിക്കുകയായിരുന്നു. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിൽ ഉയരുന്ന ആ പുകക്കുടലിൽ നിന്ന് കറുത്ത പുക വരുമോ വെളുത്ത പുക വരുമോ എന്ന് കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. 1-ാം ദിവസം കറുത്ത പുക വന്നു. അപ്പോൾ എല്ലാവർക്കും നിരാശയായി. 2-ാം ദിവസവും ഉച്ചയ്ക്ക് മുൻപ് കറുത്ത പുക വന്നു. അപ്പോൾ ലോകം മുഴുവൻ BBC ന്യൂസിലൂടെ 2 പ്രാവിൻ കുഞ്ഞുങ്ങളുടെ ചിത്രം കൊടുത്തുകൊണ്ട് പറഞ്ഞു കാത്തിരിപ്പാണ്. 3-ാമത്തെ സമയം ഈ 2 പ്രാവുകളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ കൂടെ അവർ കേൾപ്പെടുത്തി. അത് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അതാ വെളുത്ത പുക വരുന്നു. അസ്വസ്ഥത മാറി, ദുഃഖം മാറി, സന്തോഷം വന്നു എന്നതിന്റെ പ്രതീകമെന്ന വണ്ണം കൂടി നിന്നിരുന്ന ആവാനപുത്ര ജനങ്ങളും കൈയടിച്ചുകൊണ്ട് കാത്തിരിപ്പാണ്. വീണ്ടും കാത്തിരിപ്പായിരുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ ലോകത്തിലെ വാർത്താ മാധ്യമങ്ങളെ അവരുടെ കള്ളത്തരവും പൊള്ളത്തരവും കാണിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്തവരാണ്. അത് നമ്മുടെ അമേരിക്കയിൽ നിന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ഉയർത്തപ്പെട്ടു ലിയോ 14-ാമൻ പാപ്പ. നമ്മളിന്ന് കേട്ട തിരുവചനവുമായി ഇതിനെ താരതമ്യം ചെയ്ത് നോക്കാം. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ കാണും. നിങ്ങൾക്ക് വേദന ഉണ്ടാവും, നിങ്ങൾ കരയും, എന്നാൽ ലോകം സന്തോഷിക്കും. പക്ഷേ നിങ്ങൾ ചിരിക്കും. നമ്മളൊരു ചിരിയുടെ നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഈശോ ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു കരച്ചിലിനപ്പുറം ഒരു സന്തോഷം നമ്മെ കാത്തിരിപ്പുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായം ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗമാണ്. ഈ 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആരംഭിച്ച പ്രകാരം പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. എന്താണ് ഇടർച്ച? ഈശോയുടെ വേർപാടിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി ഈശോ എന്ന് പറഞ്ഞു കൊടുക്കും. ഇന്നതൊക്കെ സംഭവിക്കും. നിങ്ങളെ കൊല്ലും, നിങ്ങളെ തെറി പറയും, നിങ്ങളെ ആക്ഷേപിക്കും. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതെല്ലാം നിങ്ങളോട് മുൻകൂട്ടി അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ അമ്മ ഇന്ന് മതേശ്വരയാണ്. അമ്മമാര് ഒരു
ട്രിപ്പിന് പോകുകയാണെന്ന് കരുതുക, ഒരു പിക്നിക്ക് നിങ്ങൾ പോകുന്നു, കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ളതെല്ലാം ഒരുക്കി കരുതി കൂട്ടി വെച്ചിരിക്കും. കരുതി കൂട്ടി വെച്ചതിന് ശേഷം മക്കളോട് പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഇരിപ്പുണ്ട്, അതെടുത്തോണം. ഇങ്ങനെ എല്ലാം കരുതി കൂട്ടി കൊടുത്തതിന് ശേഷം അവസാനം മൂത്തയാളോട് പറയും, താഴത്തെ ഇടയിലുള്ള എല്ലാത്തിനെയും നോക്കിക്കണം, ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരത്തുള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ കേട്ടോ. ഇനി എന്നെ വിളിച്ചതിനും കുഴപ്പമില്ല, അയൽവക്കത്തെ ആളെ അത് പറഞ്ഞേൽപ്പിക്കും, അവരൊന്ന് നോക്കിക്കണം എന്ന് പറഞ്ഞ് കരുതുന്ന ഒരമ്മയുടെ ചിത്രമാണ് നിങ്ങൾ മുമ്പിലേക്ക് ഞാൻ തന്നത്. ഇവിടെ ഈശോ ഒരു കരുതുന്ന അമ്മയായിട്ട് മാറുകയാണ്. തന്റെ കൂടെയുള്ള ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിയിട്ട് അവരോട് പറഞ്ഞ, മക്കളെ ഇന്നതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും, നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഇത് പറയുന്നതിനാണ്, നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നവിടെ അത്രത്തോളം ഈശോ നമ്മെ കരുതുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ അർത്ഥമാണ്. ഇവിടെ ഒറ്റയൊരു സന്ദേശം മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ തന്റെ ഹൃദയ രഹസ്യം മുഴുവനും തന്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചു. തന്റെ ഹൃദയ രഹസ്യം തനിക്കുള്ളത് മുഴുവനും താൻ എന്തായിരിക്കുന്നു അത് മുഴുവൻ പങ്കുവച്ചു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ചു കഴിഞ്ഞതിന്റെ ആദ്യ ഭാഗമാണ്. എന്നാൽ ഈ പ്രാവശ്യം ഈശോ പറയുന്ന തന്റെ ഹൃദയ രഹസ്യം പറയുകയാണ്. ഈശോ എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ അടുത്ത നാളുകളിൽ 45-50 വയസ്സുള്ള ഒരു മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. മരിച്ചതിന് ശേഷം ഭാര്യയും മക്കളും ആകപ്പാട് ധർമ്മസങ്കടത്തിലായി. കാരണം ഇദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസോ ഇദ്ദേഹം കൊടുക്കാനുള്ള കടത്തിന്റെ ലിസ്റ്റോ ഒന്നും ഈ പറയുന്ന ഭാര്യയ്ക്കും ഈ മക്കൾക്കും അറിയത്തില്ല. മരണം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ പലരായി വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. ഈ ആള് എന്റെ പിന്നെ കടം വാങ്ങിയിട്ടുണ്ട്, ഈ ആൾ എന്നോട് ഇങ്ങനെ കടം വാങ്ങിയിട്ടുണ്ട്. ഈ നിസ്സഹായയായ ഭാര്യ മക്കളും കൈമലർത്തി നിൽക്കുകയാണ്. എന്നിട്ട് അവര് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇദ്ദേഹത്തിന് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല, ഇദ്ദേഹത്തിന് ഒരു കാര്യവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇദ്ദേഹം കരുതിയത് മുഴുവൻ താൻ മരിക്കില്ല എന്നാണ് കരുതിയത്, പക്ഷെ മരിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. പ്രിയമുള്ളവരെ, ഇത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസ്ഥകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്ന് പങ്കുവയ്ക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ബാങ്കിൽ നിന്ന് വിളിക്കുന്നത് എന്നോട് ചോദ്യം ഇതാണ്, അച്ഛൻ നോമിനി ഉണ്ടോ? നോമിനി എന്തിനാ വെക്കുന്നത്? ഞാൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ നോമിനി എതിർക്കണം. ഇനി നമ്മുടെ ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് അച്ഛന്മാർക്കൊക്കെ പറഞ്ഞ കാര്യമാണ്, അച്ഛൻ എത്രയും പെട്ടെന്ന് വിൽപ്പത്രം എഴുതണം. വിൽപ്പത്രം എഴുതുന്നതിനാണ് എന്റെ തട്ടിപ്പോയതിനു ശേഷം എനിക്ക് വരുന്ന ബാലൻസ് മുഴുവനും ആർക്ക് കിട്ടണം. നമ്മൾ ചിരിക്കുന്നത്, പക്ഷേ സത്യത്തിൽ അത് ശരിയല്ല. നമ്മളിത് എഴുതി വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നോമിനിയെ വെച്ചില്ലെങ്കിൽ ആരെങ്കിലും അത് കൊണ്ടുപോകും. ഇതൊരു മുന്നറിയിപ്പാണ്. ഈശോ ഇതുപോലെയുള്ള ഒരു വിൽപ്പത്രം എഴുതാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞിട്ടാണ് ശിശുവോട് പറയുന്നതൊക്കെ മക്കളെ നിങ്ങൾക്ക് സംഭവിക്കും. ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ ഞാൻ മരിക്കും, ഞാൻ പീഡകളേൽക്കും, കുരിശുമരണം ഭരിക്കും, പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അല്പസമയം കഴിഞ്ഞ് കാണില്ല, പക്ഷെ പിന്നെ കാണും. ഒരു മുന്നറിയിപ്പ് ശരിക്കും ഈശോ നമുക്ക് തരികയാണ്. പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കരുതുന്ന ഒരു കർത്താവിന്റെ കരുത്താണ് നമ്മൾ കണ്ടത്. തന്റെ മക്കളെ കരുതുന്ന, തന്റെ കൂടെ നിൽക്കുന്നവരെ കരുതുന്ന, തന്നെ സ്നേഹിക്കുന്നവരെയും ദ്രോഹിക്കുന്നവരെയും കരുതുന്ന ഒരു കർത്താവിന്റെ കരുത്ത്. ഞാൻ കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞതാണ്, വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഭക്ഷണം കഴിപ്പിച്ച് അമ്മ എന്നെ ബുദ്ധിമുട്ടിക്കും. എന്റെ ജോലിക്ക് വന്നവര് പ്രായം ചെന്ന അമ്മയെ ഞാൻ കണ്ടു. പലവട്ടവും ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഈ മതേശ്വരയിൽ അതൊന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല വർഷവും ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഓരോ മണിക്കൂർ എന്ന വണ്ണം എന്റെ കട്ടിലിന്റെ താഴെ ചെറുപ്പകാലങ്ങളിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊണ്ടുവച്ചതിന് ശേഷം അങ്ങ് മാറുന്നിട്ട് പറയും, അതേ കട്ടിലിന്റെ താഴെ ചായ വെച്ചിട്ടുണ്ട്, അതേ കട്ടിലിന്റെ താഴെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതേ കട്ടിലിന്റെ താഴെ ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ട ചോദിക്കുന്നത്, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലല്ലോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. പ്രിയമുള്ളവരെ, അതാണ് ഒരമ്മയുടെ കരുതൽ എന്ന് പറയുന്നത്. ഈ അമ്മ ദിനത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളുള്ള നിങ്ങളിൽ പലരും ഉണ്ട്. അമ്മയെ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുന്ന, അല്ലെങ്കിൽ അമ്മയെ ഓർക്കുമ്പോൾ കണ്ണീരൊടുക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്മ ദിനത്തിൽ
തന്നെ എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ മദേഴ്സ് ഡേ പ്രമാണിച്ച് സഭ എടുത്തു വെച്ച വായന തന്നെയാണ് പ്രസവ വേദനയെ കുറിച്ച്. സ്ത്രീയുടെ പ്രസവ വേദന എനിക്ക് ആ വേദന അറിയില്ല, ഇവിടെ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ അമ്മമാർക്കറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പ്രസവ വേദന വരുന്ന സമയത്ത് ഇത് വേണ്ടായിരുന്നു ചിന്തിച്ചവർ പോലും ഉണ്ട്. പക്ഷെ ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് ഒരിക്കൽ പോലും അവർ ആ വേദന ഓർക്കില്ലെന്നും ഈശോ അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ കരുതുന്ന കർത്താവിന്റെ കരുത്തോടൊപ്പം നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം, പറഞ്ഞു കൊടുക്കാം, ഹൃദയ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. മക്കളെ, ഇതൊക്കെയാണ്. ഒരുപക്ഷെ ഞാനിങ്ങനെ ദേഷ്യപ്പെടുമ്പോ അമ്മ ദേഷ്യപ്പെട്ടാലും ഞാൻ പോയി മടങ്ങി വരുമ്പോ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു അമ്മയെ കണ്ടിട്ടുണ്ട്. ദേഷ്യപ്പെട്ട് അവധിക്ക് ചെന്ന് കഴിയുമ്പോ ഈ അമ്മ ഇങ്ങനെ തിരുതരെ ഭക്ഷണം കൊണ്ട് വെക്കുമ്പോ ദേഷ്യപ്പെട്ട ഇറങ്ങിപ്പോയാലും തിരികെ വരുമ്പോ എന്റെ കാത്ത് അമ്മ ആ പരിപാടിക്ക് നിങ്ങൾക്കുള്ള വീടിന്റെ മുമ്പിലുണ്ടാവും. അതാണ് അമ്മയുടെ കരുത്ത്, അമ്മയുടെ കരുത്ത്. അതുകൊണ്ട് ഈ ദിനത്തിൽ എല്ലാ അമ്മമാർക്കും, നമ്മെ നന്നായി മാറ്റിയ അമ്മമാർക്ക് ഈ അമ്മ ദിനത്തിന്റെ മംഗളങ്ങൾ ദൈവപൂർവ്വം നമുക്ക് ആശംസിക്കാം. ഇനി ഏതെങ്കിലുമൊക്കെ അമ്മമാരെ നമ്മൾ കരുതിച്ച് ഒറ്റയ്ക്ക് ഒരു മോനിക്ക് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ദിനത്തിൽ അവരെ ഒന്ന് വിളിക്കാം, അവരെ ഒന്ന് സ്നേഹിക്കാം, അവരോട് നന്ദി പറയാം, ചെയ്തു പോയ തെറ്റുകളുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. അങ്ങനെ ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കാം. ഓരോ അമ്മമാർക്കും ഒരിക്കൽ കൂടെ ഈ നല്ല ദിനത്തിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈശോ പറഞ്ഞ വചനം നമുക്ക് ഓർക്കാം, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ തന്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അമ്മ ദിനത്തിന്റെ